അങ്ങനെ നൈറ്റ് ഷിഫ്റ്റ് എന്ന തലവേദനയും കഴിഞ്ഞ് അടുത്ത ഷിഫ്റ്റിലോട്ട് മാറി. ഇനിയിപ്പോ പതിവ് പോലെ രാവിലെ ചെയ്യാനുള്ള കാര്യങ്ങളും ചെയ്തു തുടങ്ങണം. എങ്ങനെയായാലും രാത്രി സ്വന്തം ബെഡിൽ കിടന്നുറങ്ങുന്നത് അത് വേറൊരു ഫീലാണ്. ഇനിയിപ്പോ സോക്സും വലിച്ചിട്ട് ജിമ്മിൽ പോകാൻ ഒരുങ്ങട്ടെ. അങ്ങനെ രാവിലത്തെ ഒരു പ്രീ വർക്കൗട്ട് ആയിട്ട് ഒരു എത്തയ്ക്കും. പിന്നെ നമ്മൾ ഇവനെ മറന്നിട്ടില്ല, ഒരു കടയായിട്ട് ഫോൺ വെക്കാൻ സ്റ്റാൻഡില്ലേ, അവസാനം കൈ തന്നെ ഷർണം. ഫൈനലി നമ്മൾ എത്തിയിരിക്കുന്നു. ഇനിയിപ്പോ നമ്മുടെ ഷിഫ്റ്റ് ചേഞ്ച് ആയതുകൊണ്ട് നമ്മൾ ഇനി ഒറ്റയ്ക്കായിരിക്കും. അതും വലിയ പ്രശ്നമില്ല, ആദ്യത്തെ മാസം മൊത്തം ഒറ്റയ്ക്കായിരുന്നു, അതുകൊണ്ട് പിന്നെ അങ്ങ് ശീലമായി. ഇനിയിപ്പോ നമ്മുടെ സമയത്ത് വന്ന് ഓരോന്നും ചെയ്തു പോയാൽ മതി, ആരെയും നോക്കി നിൽക്കണ്ട. ഇന്ന് എന്തായാലും നമ്മുടെ ഷോൾഡറിന് അത്യാവശ്യം പമ്പ് കൊടുക്കാം. അത്യാവശ്യം എല്ലാ വർക്കൗട്ടും ചെയ്ത് ഇനിയിപ്പോ നമുക്ക് സ്ട്രെച്ചിങ്ങിലോട്ട് കിടക്കാം. മുടിയും കാട് പോലെ വളർന്നല്ലേ, ഇനി എന്തായാലും നാളെ വനെ ഒതുക്കാം. ഇനിയിപ്പോ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഇവിടെ ഇറങ്ങാം. പ്രോട്ടീൻ കാലി ആയതുകൊണ്ട് ഇനി അതും ഇനി റീഫിൽ ചെയ്യണം. അതും വാങ്ങി റൂമിലെത്തി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കയറ്റി. ഇന്ന് പിന്നെ താടിക്ക് നമുക്ക് കുറച്ച് മിനുക്ക് പരിപാടികളുണ്ട്, അതും റെഡിയാക്കി ഇനി ഞാൻ ഇനി പണിക്ക് പോട്ടെ. കയറുന്നതിന് മുന്നേ ഇതൊന്ന് പഞ്ച് ചെയ്തോട്ടെ. വൈകുന്നേരത്തെ ഈ ഒരു കലാപരിപാടിയും മറന്നിട്ടില്ല. ഇന്നും തീരെ തിരക്കില്ലാത്ത ദിവസമായിരുന്നു. ആ സമയം കൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളും ചെയ്തു തീർക്കണം. ഒഴിവ് സമയങ്ങളിൽ ഇതുപോലത്തെ സ്കിൽ ഡെവലപ്മെന്റും ആവും. വായോ ഇനി എന്നാ ഇന്നത്തെ ഷിഫ്റ്റും കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് റൂമിൽ എത്തിയപ്പോഴാണ് വേണ്ട ഈ ഒരു സാധനം നിൽക്കും, നമ്മുടെ മെയ്ഡ് ഇൻ നേപ്പാൾ. അങ്ങനെ ഈ കുരിപ്പ് ആദ്യമായിട്ട് സൈക്കിൾ കിട്ടും കേട്ടോ. ആശം പലവട്ടം വീണെങ്കിലും ചാടി എഴുന്നേറ്റ് വീണ്ടും കയറുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇതേപോലെ പൊക്കി കയറ്റും, അതും അല്ലെങ്കിൽ ഇതുപോലെ മണ്ടക്കിരുത്തും. അങ്ങനെ തപ്പിയും തടഞ്ഞ ആശാൻ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ ചവിട്ടി. ഇനിയിപ്പോ ഇവന് സൈക്കിൾ വിട്ടട്ടെ. ഇനിയിപ്പോ അടുത്ത വീഡിയോ കാണാം. അപ്പൊ ഓക്കെ, ബൈ.